ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമ ഹലോ മമ്മി OTTക്ക് ശേഷമുള്ള റിവ്യൂ ആണ്. ഡയറക്ടർ വൈശാഖ് എലൻസ്, റൈറ്റർ സാൻജോ ജോസഫ്. ഒരു എഴുത്താണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ സിനിമാറ്റോഗ്രാഫി, ക്യാമറ കൈകാര്യം ചെയ്തേക്കുന്നത് പ്രവീൺ കുമാർ നല്ലോണം പകർത്തിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ജെക്സ് ബിജോയ്, സ്കോർ ചെയ്തേക്കുന്ന പുള്ളിക്കാരൻ തന്നെയാണ്. നല്ല ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ സ്കോർ വന്നിട്ടുണ്ട്, ചിലയിടത്ത് മോശമാണ്. മ്യൂസിക്കും ചിലയിടത്തൊക്കെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിങ് നല്ല കിടിലൻ എഡിറ്റിംഗ് ആണ്. ഇതിനകത്ത് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. ഈ പടം എനിക്ക് എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഈ പടം എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ, ഈ ഒരു ജോൺറ ഇതൊക്കെ ഈ ഒരു ടൈപ്പിലുള്ള പടം മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഇപ്പം ഒരു ടൈപ്പിലുള്ള ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അതേപോലത്തെ കുറേ ടൈപ്പ് പടങ്ങൾ അങ്ങ് വരും. അതിനകത്ത് ഏറെക്കുറെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കും. എങ്കിലും ഇവർ ഈ ഭാഗം വിടത്തില്ല. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ അവർ ചിന്തിച്ചെടുത്ത് സാൻജോ ജോസഫ് നല്ല രീതിയിൽ ചിന്തിച്ച് എഴുതിയ ഒരു തിരക്കഥ എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഹോളിവുഡിൽ ഒക്കെ കണ്ട് വന്നിട്ടുള്ളൊരു ടൈപ്പാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകേണ്ട ഒരു തീമായിരുന്നു. പക്ഷെ അവരത് നമ്മുടെ ഈ കേരളത്തിൽ നിൽക്കുന്ന ഒരു സിനിമയിൽ ഇച്ചിരി നർമ്മമൊക്കെ കലർത്തി രണ്ട് രീതിയിലും കൂടെ കൂട്ടിച്ചേർത്ത് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡിൽ ഒരു ടൈറ്റിലൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പടത്തിലോട്ട് വരുന്നത് ഷറഫുദ്ദീൻ, എൻ്റെ മെയിൻ നായകൻ ഷറഫുദ്ദീനെ കാണിക്കുന്നത്. ഷറഫുദ്ദീൻ്റെ ഇൻട്രോ ഒക്കെ കുഴപ്പമില്ല, ഒരു കോമഡി രീതിയിലൊക്കെയാണ് കൊണ്ടുവന്നത്. ഞാൻ ആദ്യം കരുതി ഇതുപോലെ ഷറഫുദ്ദീൻ ചില ഇതുപോലെ ആണെങ്കിൽ കുളമാകുമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇതുപോലെ ഇൻട്രോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ആണെങ്കിൽ ഇത് കുളമായി പോകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി കോമഡി ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോമോൻ ജ്യോതിറുണ്ട് ഷറഫുദ്ദീൻ്റെ ഫ്രണ്ടായിട്ട്. ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയൊരു കുറച്ച് നേരത്തേക്കിനെ ഉള്ളു പുള്ളിക്കാരൻ, പക്ഷേ കുറച്ച് നേരം ചെയ്തത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഐശ്വര്യ ലക്ഷ്മിൻ്റെ ആക്ട്രസ്. ഈ ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് റോള് ചെയ്താലും നല്ല രീതിയിൽ ഉത്തരവാദിത്വം എടുത്ത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. അത് ഇതിനകത്തും പുള്ളിക്കാരി അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐശ്വര്യ ലക്ഷ്മിയുടെ സിനിമയൊക്കെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അർച്ചന 31 എന്നൊക്കെ കണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഇതും അതേപോലെ സ്വന്തമായിട്ട് എനിക്ക് അതുപോലത്തെ ആക്ട്രസ്മാരെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം മലയാളത്തിൽ എടുത്ത് നോക്കാൻ എനിക്ക് കുറവാണ് അതുപോലത്തെ ആക്ട്രസ്മാർ. പുള്ളിക്കാരി ആ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ്റെ അച്ഛനായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോണി ആൻ്റണി ചിലയിടത്ത് കുളമാകുമെന്ന് വിചാരിക്കും. പക്ഷേ അത് നല്ല രീതിയിൽ തുടക്കമൊക്കെ കുളമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു തീമായിരുന്നു. ഇതിനെ ഒരു കേരളീമ മലയാളിമ തനിമ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് അത് കുളമാക്കാതെ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഈ ഇതുപോലത്തെ പടങ്ങൾ ഒരു ഫാൻറ്റസി ഹൊറർ മൂഡ് ഹ്യൂമർ ഉള്ള ഒരു പടമാണിത്. നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വലിയ നെഗറ്റീവ് ഒന്നുമല്ല. പക്ഷേ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി പെട്ടെന്ന് ക്ലൈമാക്സിലോട്ട് കൊണ്ടുപോയിൻ്റെ വിട്ട് തോന്നി. അതായത് ഒന്ന് തട്ടിക്കൂട്ടി ക്ലൈമാക്സിലോട്ട് കൊണ്ടുപോയിൻ്റെ വിട്ട് തോന്നി. അതും ഇതിനകത്ത് ജഗദീഷ് ഉണ്ട്, പിന്നെ അജു വർഗീസ് ചിലയിടത്തൊക്കെ കുളമാകുമെന്ന് വിചാരിക്കും. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് ഇതിനകത്ത് VFX ടീം ചെയ്തേക്കുന്നത് കിടിലം വർക്കാട്ടോ. ഇപ്പോൾ മലയാളത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ VFX ഒക്കെ നല്ല രീതിയിൽ എന്നിട്ട് നമുക്കങ്ങനെ പാളുന്നതായിട്ട് തോന്നിയിട്ടില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിന്ദു പണിക്കർ ആ ഒരു റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഹ്യൂമർ, ഡാർക്ക് ഹ്യൂമറൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആക്കി കുറേ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കുറച്ചൊക്കെ നമ്മൾ ഈ ആത്മാക്കളെ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അത് കാണിച്ചു വെച്ചേക്കുന്നത്. നല്ലൊരു തീമാണ്. അത് നമ്മുടെ ഈ മലയാളി തനിമയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തീമായിരുന്നു. കൊള്ളാം. നല്ലൊരു സാൻജോ ജോസഫ് നല്ല രീതിയിൽ ഒരു ചിന്തിച്ചെഴുതിയ ഒരു കഥയാണ്. കൊള്ളാം. എനിക്ക് ഈ പടം കുറ്റമൊന്നും പറയില്ല, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ.